66-ാമത്തെ ശ്ലോകം. ശിഷ്യ ഊചുഃ ജാതേർമദസ്യ ദേവസ്യാപി ഏകത്വം സംയഗീരിതം സാമാന്യധർമ്മം മർത്യാനാം ബ്രൂഹി ധർമ്മവിദാം വര. ജാതേഹേ മതസ്യ, ജാതിയുടെയും മതത്തിൻ്റെയും, ദേവസ്യ അഭി, ദേവന്റെയും ഏകത്വം, ഒന്നുള്ള അവസ്ഥ, സമ്യക്ക് നല്ലവണ്ണം ഈരിതം പറയപ്പെട്ടു. ധർമ്മവിദാംബര, ധർമ്മജ്ഞരാൽ ശ്രേഷ്ഠനായ ഗുരുവേ, മർത്യാനാം മനുഷ്യരുടെ സാമാന്യധർമ്മം, സാമാന്യധർമ്മത്തെ ബ്രൂഹി അരുളി ചെയ്താലും. ഇതുവരെ നമുക്ക് ഗുരു പറഞ്ഞു തന്ന 3 കാര്യങ്ങൾ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, അതിനെ വളരെ സ്പഷ്ടമായിട്ട് ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണത്. ഗുരുവിൻ്റെ വാക്കുകൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. സാമാന്യധർമ്മം എന്ന ഒരു പ്രകരണമാണ്. സാമാന്യധർമ്മത്തിൽ ഒരു വ്യക്തിയുടെ വ്യക്തിഗതമായ വികാസം, അത് വളർത്തിയെടുക്കാൻ വേണ്ടിയാണ് സാമാന്യധർമ്മം പറയുന്നത്. സാമാന്യധർമ്മത്തിൽ വരുന്നത് അഹിംസ, സത്യം, അസ്തേയം, അതുപോലെ അവ്യഭിചാരം, മദ്യസ്യവർജനം, ഈ 5 കാര്യങ്ങളാണ്. ഈ 5 സബ്ജക്റ്റും വളരെ ആഴത്തിൽ പഠിക്കേണ്ടതാണ്. അഹിംസ പഠിക്കുകയല്ല, അത് ജീവിത വ്രതമായിട്ട് മാറ്റുകയും. സത്യം, എന്താണ് സത്യം എന്നുള്ളത്, സത്യത്തെക്കുറിച്ചുള്ള ഒരു ബോധം. അസ്തേയം, മോഷ്ടിക്കാതിരിക്കുക, കക്കാതിരിക്കുക. അതുപോലെ അവ്യഭിചാരം, ബ്രഹ്മചര്യം, അവ്യഭിചാരം രണ്ടും ഒന്ന് തന്നെയാണ്. ഗാർഹസ്ഥ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവ്യഭിചാരം 4-ാമത്തത് ആണ് മദ്യസ്യ വർജനം, മദ്യത്തിൻ്റെ വർജനം. ഒരിക്കൽ ഒരു കഥ കേട്ടിട്ടുണ്ട്. ആ കഥ, ഒരു വീട്ടിൽ ഒരു വീട്ടമ്മ, ആ വീട്ടമ്മ വീട്ടിന് പുറത്തേക്ക് വന്നപ്പോൾ 3 പേര് ആ വീടിന് പുറത്ത് വഴിവക്കിലിരിക്കുന്നത് കണ്ടു. ആ 3 പേര് വൃദ്ധരായിട്ടുള്ള 3 പേര്. അവർക്ക് നരച്ച താടിയുണ്ട്. ബൈബിളിൽ പറയുന്ന കിഴക്ക് നിന്ന് വന്ന 3 ജ്ഞാനികൾ എന്ന് പറയും, അതുപോലെയുള്ള 3 പേരെ കണ്ടു. അപ്പോൾ ആ വീട്ടമ്മ കുടുംബിനി ചോദിച്ചു, നിങ്ങളെ ഇവിടെ കണ്ടു പരിചയമില്ലല്ലോ എന്ന്. അവരൊന്നും മിണ്ടിയില്ല. വിശക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ ഞാൻ ഭക്ഷണം തരാമെന്ന് 3 പേരോട്. അപ്പോൾ അവരിലൊരാൾ ചോദിച്ചു, അവിടെ ആ വീട്ടിൽ കുടുംബനാഥനുണ്ടോ വീട്ടിൽ എന്ന് ചോദിച്ചു. അപ്പോൾ ആ അമ്മ പറഞ്ഞു, വീട്ടിലിപ്പോൾ കുടുംബനാഥനില്ല, പുറത്തു പോയിരിക്കുകയാണ്, കുറച്ച് കഴിഞ്ഞാൽ വരും, എന്നാൽ ഞങ്ങളിപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞു. ഈ വീട്ടമ്മ വീട്ടിലേക്ക് തിരിച്ചു പോയി. ആ കുടുംബനാഥൻ വന്നപ്പോൾ പറഞ്ഞു, ഇങ്ങനെ 3 പേര് അവിടെ ഇരിക്കുന്നുണ്ട്, അവർ കുടുംബനാഥനുണ്ടെങ്കിലേ അങ്ങോട്ട് വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞു. കുടുംബനാഥൻ അത് കേട്ടപ്പോൾ കൗതുകമായി ഭാര്യയോട് പറഞ്ഞു, എന്നാൽ അവരെ പോയി വിളിക്കൂ, അവർക്ക് ഭക്ഷണം കൊടുക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുടുംബിനി വീണ്ടും അവരെ വിളിക്കാൻ പോയി. വിളിക്കാൻ ചെന്നപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾ 3 പേര് ഒരുമിച്ച് ഒരിടത്തും പോകില്ല, ഞങ്ങൾ ആരെയെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിക്കാമെന്ന് പറയും, ആരെങ്കിലും ഒരാൾ വിളിക്കാമെന്ന്. അപ്പോൾ അതിലൊരാൾ പറഞ്ഞു, അദ്ദേഹം സമ്പത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഒരാളുടെ പേര് വെൽത്ത്, സമ്പത്ത് എന്ന് പറഞ്ഞ ധനം. ഒരാളുടെ പേര് സമ്പത്ത് എന്നാണ്. വേറൊരാളുടെ പേര് വിജയം, സക്സസ് എന്നാണ്. 3-ാമത് ഒരാളുടെ പേര് സ്നേഹം എന്നാണ്, ലവ്. ഏത് ആളെ വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാമെന്ന് പറയും. ഇത് കേട്ടപ്പോൾ വീണ്ടും കുടുംബിനിക്ക് സന്ദേഹമായി, ആരെ വിളിക്കും എന്ന് ചോദിച്ചു. വീണ്ടും കുടുംബനാഥൻ്റെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു, അവർ പറയുന്നത് 3 പേരും ഒരുമിച്ച് പോകില്ല എന്നാണ്, അവർ 3-ൽ ആരെങ്കിലും ഒരാൾ വിളിക്കാം. 3 പേരുടെയും പേര്, ഒരാൾ സമ്പത്താണ്, പണമാണ്, സമ്പത്ത്, വെൽത്ത് വരുന്നുണ്ട് വീട്ടിലേക്ക് വിളിച്ചു കഴിയും. വേറൊരാൾ സക്സസ് ആണ്, വിജയമാണ് വരുന്നത്. 3-ാമത് സ്നേഹമാണ്. കുടുംബനാഥൻ പറഞ്ഞു, എന്നാൽ നമുക്ക് ആദ്യം സമ്പത്തുണ്ടാകട്ടെ, ആ സമ്പത്തിനെ തന്നെ വിളിക്കാൻ പറഞ്ഞു. ഭാര്യ പറഞ്ഞു, സമ്പത്ത് നമുക്കിപ്പോൾ ഉണ്ടല്ലോ, ഇനി എന്തിനാണ് സമ്പത്ത് എന്ന് ചോദിച്ചു.
നമുക്ക് വിജയം വേണ്ടേ ജീവിതത്തിന്? വിജയത്തെ വിളിക്കാന്ന് പറഞ്ഞു. ഇത് കേട്ട് അപ്പുറത്തെ മുറിയിലിരുന്ന മോള് പറഞ്ഞു, ഇത് ഒക്കെ നമുക്ക് വേണ്ടുവോളമുണ്ട്, നമുക്ക് സ്നേഹമല്ല ഇല്ലാത്തത്, എന്നാൽ ആ സ്നേഹത്തെ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അവര് തീരുമാനത്തിലെത്തി എല്ലാവരും കൂടി സ്നേഹത്തെ വിളിക്കാം. അങ്ങനെ ആ കുടുംബിനി പോയിട്ട് അവരോട് പറഞ്ഞു, സ്നേഹത്തെയാണ് നിങ്ങൾ വിളിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലേക്ക്. അപ്പോൾ സ്നേഹം എണീറ്റ് നടക്കാൻ തുടങ്ങിയപ്പോൾ ബാക്കി രണ്ടുപേരും സ്നേഹത്തിൻ്റെ പിന്നാലെ കൂടി. അപ്പോൾ കുടുംബിനി ചോദിച്ചു, നിങ്ങളിൽ ഒരാളല്ലേ വരുള്ളൂ എന്ന് പറഞ്ഞത്, എന്താ രണ്ടുപേരും വരുന്നത്, ബാക്കി 3 പേരും കൂടി വരുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ സമ്പത്തിനെയാണ് വിളിച്ചിരുന്നെങ്കിൽ അദ്ദേഹം മാത്രമേ വരുമായിരുന്നുള്ളൂ, വിജയത്തെയാണ് വിളിച്ചിരുന്നെങ്കിൽ അദ്ദേഹം മാത്രമേ വരുമായിരുന്നുള്ളൂ, സ്നേഹത്തെ വിളിച്ചാൽ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ പോകും. നിങ്ങൾ വിളിച്ചത് യഥാർത്ഥത്തിൽ ഉള്ള ഒരാളെയാണ് വിളിച്ചത്. അതുകൊണ്ട് സ്നേഹം എവിടെയുണ്ടോ അവിടെ സമ്പത്തും വിജയവും ഉണ്ടായിരിക്കും എന്നാണ് ഈ കഥ പറയുന്നത്. അങ്ങനെ ആ സ്നേഹത്തെ ആ വീട്ടിലേക്ക് വിളിച്ചു. അവർ സ്നേഹം ഉണ്ടായപ്പോൾ അവിടെ സമ്പത്തുണ്ടായി, അവിടെ വിജയമുണ്ടായി, എല്ലാം ഉണ്ടായി. അങ്ങനെയാണ് കഥ പറയുന്നത്. ജീവിതത്തിൽ നമ്മൾ ധർമ്മം നമ്മളോട് പഠിപ്പിക്കുന്നത്, സ്നേഹം എന്നത് ധർമ്മമാണ് യഥാർത്ഥം. നമ്മളിലെ ധർമ്മം സ്നേഹരൂപത്തിൽ വരണം. ഈ ധർമ്മം പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിലെ സമ്പത്ത് സ്വാഭാവികമായിട്ട് വരും. ധർമ്മം സമ്പത്തിനെ നിരോധിക്കുന്നില്ല, സമ്പത്തിനെ തടുക്കുന്നതുമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്ത് ധാർമ്മികമായിട്ട് ധാരാളം വരും. സമ്പത്തിനെ തടുക്കുന്നതല്ല ധർമ്മം. മാത്രമല്ല സക്സസ്സും ഉണ്ടാകും, വിജയവും ഉണ്ടാകും. പക്ഷേ ധർമ്മം അവിടെ സ്നേഹരൂപത്തിലുണ്ടാകണം. അത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എങ്ങനെ പോകുമ്പോൾ ഇനി എങ്ങനെ നമുക്ക് ആ ധർമ്മം നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക്, കുടുംബജീവിതത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് സാമാന്യധർമ്മം എന്ന് പറയുന്ന ആ പ്രകരണം. അപ്പോൾ വീട്ടിലേക്ക് നമുക്ക് ഇത് കൊണ്ടുവരണം, വിജയവും സമ്പത്തും സ്നേഹവും ഒക്കെ. സാമാന്യധർമ്മം പഠിക്കുമ്പോൾ നമുക്കത് കണ്ടെത്താൻ കിട്ടും. അത് പരിശീലിക്കുകയും വേണം, ജീവിക്കുകയും വേണം. ആദ്യമായിട്ടൊരു ബഹിരാകാശ സഞ്ചാരി, അദ്ദേഹം ബഹിരാകാശത്തേക്ക് പോയി, ആദ്യമായിട്ട് പോവുകയാണ്. അപ്പം ബഹിരാകാശത്ത് പോയി തിരിച്ചു വന്നപ്പോൾ റഷ്യയുടെ ഭരണാധികാരി, റഷ്യയിൽ നിന്നാണ് പോയത്, അന്നൊരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു. ആ ഭരണാധികാരി ഈ ബഹിരാകാശ സഞ്ചാരിയെ വിളിച്ചിട്ട് സ്വകാര്യമായിട്ട് ചോദിച്ചു അത്രേ, അങ്ങ് ശൂന്യാകാശത്തിൽ പോയപ്പോൾ ദൈവം തമ്പുരാനെ കണ്ടുവന്നു. അദ്ദേഹം പറഞ്ഞു, ആ സഞ്ചാരി പറഞ്ഞു, ഞാൻ കണ്ടുവന്നു, ഞാൻ ദൈവത്തെ കണ്ടു എന്ന് പറഞ്ഞു വിളിച്ച്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് ദീർഘശ്വാസം ഇട്ടിട്ട് പറഞ്ഞു, എനിക്കറിയാമായിരുന്നു അദ്ദേഹം അവിടെ ഉണ്ടെന്ന്. എനിക്കറിയാമായിരുന്നു അദ്ദേഹം അവിടെ ഉണ്ട്. പക്ഷെ നിങ്ങളിത് ആരോടും പറയരുത്, കാരണം നമ്മുടെ എല്ലാ ബേസ്മെന്റും പൊളിഞ്ഞു പോകും. ദൈവം അവിടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ദൈവം ഇല്ല എന്നാണ്. പക്ഷെ നിങ്ങളിത് ആരോടും പറയരുതെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു ആരോടും പറയില്ല ഇക്കാര്യം. അദ്ദേഹത്തിന് ഒരുപാട് സ്വീകരണങ്ങൾ കിട്ടി. അദ്ദേഹം റോമിലെത്തി. റോമിൽ പോപ്പ് ഒരു സ്വീകരണം കൊടുത്തു. ആ പോപ്പും അദ്ദേഹത്തെ വിളിച്ചിട്ട്, ആദ്യമായിട്ടല്ലേ ബഹിരാകാശത്തേക്ക് പോകുന്നത്, സ്വകാര്യമായിട്ട് ചോദിച്ചു, ദൈവം തമ്പുരാനെ കണ്ടുവെന്ന് അവിടെ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആരോട് പറയരുതെന്നുള്ള കാര്യം. അപ്പൊ അദ്ദേഹം പറഞ്ഞു കണ്ടില്ല എന്ന്. അപ്പൊ അദ്ദേഹം തുടക്കി അടിച്ചിട്ട് പറഞ്ഞു, എനിക്കറിയാമായിരുന്നു ദൈവം ഒന്നും അവിടെ ഇല്ല എന്ന്, പക്ഷെ നിങ്ങളിത് ആരോട് പറയരുതെന്നത്. നോക്കൂ, ഈ ലോകത്ത് 2 തരത്തിലുള്ള ആളുകളാണ്. ഒന്ന്, കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള നേതാവ് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, പക്ഷെ അത് പറയുന്നില്ല. പക്ഷെ പോപ്പ് വിശ്വസിക്കുന്നില്ല എന്നുണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഇതൊരു കഥയാണെങ്കിലും നിങ്ങൾ ചരിത്രമായിട്ട് എണ്ണരുത് കേട്ടോ, ആരടുത്തും പോയി വാദിക്കരുത്. ഇതൊരു സാങ്കല്പിക കഥയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ ദൈവം എവിടെ ഇരിക്കുന്നുണ്ട് എന്നൊരു സങ്കല്പം നമുക്ക്
നമ്മുടെ ഉള്ളിലുണ്ട്. ആ സങ്കല്പം ഒരു സങ്കല്പം മാത്രമാണ്. വേദാന്തവും ഗുരുദേവനും ഒരിക്കലും ഒരു സ്പേസിലോ പ്ലേസിലോ ഈശ്വരനെ പ്രതിഷ്ഠിക്കുകയല്ല ചെയ്യുന്നത്. സർവത്തിലും ഈശ്വരനെ കാണുകയാണ് ചെയ്യുന്നത്. ഗുരുദേവൻ പിന്നെ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത് എന്തിനാണെന്ന് ചോദിക്കും. വളരെ അജ്ഞരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ നിത്യജീവിതത്തിൽ ഒരു ആരാധനാ മനോഭാവം കൊണ്ടുവരണം. അതീതമായ ഒരു ശക്തിയിലേക്ക് മനസ്സിനെ ഏകോപിപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് അവർക്ക് ദൃശ്യമായ വസ്തുക്കളിൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്താൻ കഴിയണം. യോഗശാസ്ത്രത്തിൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്താനായിട്ട് ഇരുട്ടുള്ള മുറിയിൽ ഒരു മെഴുതിരി അല്ലെങ്കിൽ ഒരു വിളക്ക്, നെയ്വിളക്ക് കത്തിച്ചു വെച്ചിട്ട് ആ നെയ്വിളക്കിനെ തന്നെ നോക്കിയിരിക്കാൻ പറയും. അങ്ങനെ കുറേ നേരം ആ നെയ്വിളക്കിനെ നോക്കിയിരിക്കുമ്പോൾ നെയ്വിളക്ക് മാത്രം നമ്മുടെ കണ്ണിൽ വന്ന് നിറയും. പിന്നെ നെയ്വിളക്ക് മാത്രം മനസ്സായിട്ട് തീരും. അതിനെ ത്രാടകം എന്നാണ് പറയുക. അതുപോലെ നമുക്ക് ക്ഷേത്രത്തിൽ ഒരു വിഗ്രഹം, ഒരു പ്രതിഷ്ഠ, ഒരു ആരാധ്യ പുരുഷൻ നടത്തിത്തരുമ്പോൾ ആദ്യം നമുക്കതിൽ ശ്രദ്ധ വരും, അതിൽ ഭക്തി വരും. അത് വളർന്ന് വളർന്ന് നിങ്ങളെ ഒരു സത്യാന്വേഷകനാക്കി മാറ്റണം. അതിന് അപ്പുറത്ത് ഈശ്വരനെ കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹം വരണം. അവിടെ നിങ്ങൾ നിൽക്കാൻ പാടില്ല. അതുകൊണ്ടല്ലേ ഗുരു പിന്നീട് കണ്ണാടി പ്രതിഷ്ഠിച്ചത്. ഗുരു കണ്ണാടി പ്രതിഷ്ഠിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുമെന്നറിയാം, എന്തിനാ ഗുരു ഇങ്ങനെ കണ്ണാടി പ്രതിഷ്ഠിച്ചത്? നിങ്ങളുടെ ചോദ്യം ഗുരുവിന് ആവശ്യമാണ്. അപ്പോൾ ഗുരു പറഞ്ഞിട്ടുണ്ട്, നാം ഇതെല്ലാറ്റിനെയും കാണുന്ന കണ്ണാടിയാണ്, ഇതെല്ലാറ്റിനെയും കാണുന്ന ഒരു കണ്ണാടിയാണ് നാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഗുരു. ആ കണ്ണാടിയിലേക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് ഗുരു ഇങ്ങനെ ഓരോന്നും ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ആത്മവിചാരമാണ് യഥാർത്ഥത്തിൽ മനുഷ്യന് വളർന്നു വരേണ്ടത്. അത് വളർത്തിയെടുക്കാനാണ് ഗുരു ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ സാധാരണക്കാരൻ മുതൽ സത്യാന്വേഷണ പടുതയുള്ളവരെ വരെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു വലിയ പാഠ്യപദ്ധതി, ആധ്യാത്മികമായ ഒരു പാഠ്യപദ്ധതി ഗുരു വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടുന്നും പോയിട്ട് പെറുക്കിയെടുത്തിട്ട് അതാണ് ഗുരു, ഇതാണ് ഗുരു എന്ന് പറയരുത്. എല്ലാം കൂടി ചേർത്ത് മനസ്സിലാക്കണം. ഗുരുവിൻ്റെ മുഴുവൻ ജ്ഞാനപദ്ധതിയും നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഗുരുവിനെക്കുറിച്ച് പറയാനായിട്ട്. അല്ലാതെ ഗുരു ക്ഷേത്രത്തെ നിഷേധിച്ചു, ക്ഷേത്രത്തെ തള്ളിക്കളഞ്ഞു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഗുരു ക്ഷേത്രത്തെ നിഷേധിച്ചിട്ടില്ല, ഒന്നിനെയും തള്ളിക്കളഞ്ഞിട്ടില്ല. മനുഷ്യനെ ഈശ്വരനിലേക്ക് വീരാനുള്ളൊരു സാധ്യതയുണ്ട്, ഈശ്വരനായിത്തീരാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതയിലേക്ക് ഒരു മനുഷ്യനെ വളർത്തുവാനായിട്ട് എന്തെല്ലാം പദ്ധതികൾ ഭാരതത്തിൻ്റെ ആധ്യാത്മിക ഭൂമികകളുണ്ടോ അതൊക്കെ ഗുരു സംസ്കരിച്ചിട്ടുണ്ട്. ക്ഷേത്രവും ക്ഷേത്രപ്രതിഷ്ഠയും ആരാധനാരീതികളൊക്കെ സംസ്കരിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് ഗുരുവിനെ സംശയിക്കേണ്ടതില്ല. പക്ഷെ ഗുരുവിനെ മനസ്സിലാക്കിയല്ല. മനസ്സിലാക്കുമ്പോൾ നമുക്ക് എന്ത് വേണം, നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളൊരു സംഗതിയാണ്. നിങ്ങൾ ബോധപരിണാമത്തിൻ്റെ തലത്തിൽ, ബോധവികാസത്തിൻ്റെ തലത്തിൽ എവിടെ എത്തി നിൽക്കുന്നു, അതിനനുസൃതമായ ഒരു അന്വേഷണവും പഠനവും സാധനയും നിങ്ങൾ കൈക്കൊള്ളണം. നിങ്ങൾക്ക് ക്ഷേത്രങ്ങളിൽ പോകുന്നത് ആണ് മനസ്സിന് സുഖവും സന്തോഷവും വികാസവും ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ അവിടെ പോകണം. പക്ഷേ നിങ്ങൾക്കത് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആത്മോപദേശ ശതകം പഠിക്കണം. പോരാ എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ദർശനമാല പഠിക്കണം. ആത്മവിചാരം നിങ്ങൾക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിൽ അത്തരം കൃതികളിലേക്ക് വരണം. ഇതെല്ലാം ഗുരുവിലുണ്ട്. അപ്പോൾ ഗുരു എന്ന് പറയുന്നത് സാധാരണക്കാരനായ ഒരാളെ മുതൽ ബ്രഹ്മാന്വേഷിയായിട്ടുള്ള ഒരാളെ വരെ കോർത്തിണക്കുന്ന ഒരു വലിയ ആധ്യാത്മിക പദ്ധതിയുടെ പ്രയോക്താവും ഉപയോക്താവുമാണ്. അത് നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. ഇതൊക്കെ ഗുരുദേവന്റെ വലിയൊരു കാരുണ്യം നമുക്ക് കിട്ടിയിരിക്കുന്നു.